അങ്ങനെ പേട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ FTFS തന്നെ കണ്ടു. ഫോർ മീ എനിക്കൊരു നോർമൽ ഫിലിം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഉണ്ട്, ഈ പടമാണ്, പക്ഷെ ഒരു നോർമൽ ഫിലിമാണ്. അതിൻ്റെ കണ്ടൻറ് വൈസൊക്കെ കൊള്ളാമായിരുന്നു. എടുത്തിരിക്കുന്ന രീതിയും വളരെ രസമുണ്ടായിരുന്നു. ഒരു കണ്ടൻറ് വൈസ് കൊള്ളാം. 3 മണിക്കൂറുണ്ട് ഈ ഒരു സിനിമ. പക്ഷേ അതൊരു ലാഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മഹേഷ് നാരായണൻ പടമാകുമ്പോൾ നമ്മൾ അങ്ങനെ പുള്ളി ചെയ്യുന്ന പടങ്ങളൊക്കെ അറിയാമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത്. ഒരു ക്വാളിറ്റി പടം തന്നെയാണ്. അതിനൊരു വിട്ടുവീഴ്ചയില്ല. നമുക്ക് വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മഹേഷ് നാരായണൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പടം. പിന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് മനീഷ് നന്ദനാണ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് മഹേഷ് നാരായണൻ, പിന്നെ രാഹുൽ രാധാകൃഷ്ണനുണ്ട്. മ്യൂസിക് സുഷീൻ ഷാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്ലസ് മറ്റേ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ട്രാക്കുണ്ട്. അത് നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒരു ട്രാക്ക് യൂട്യൂബിൽ റിലീസായപ്പോൾ തന്നെ എനിക്കൊരു തിയേറ്ററിൽ കേൾക്കാനൊരു വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് തിയേറ്ററിൽ കേട്ടപ്പോൾ ഒരു രസമുണ്ട് കേട്ടോണ്ടിരിക്കാൻ. മനുഷ്യൻ എന്നുള്ള ട്രാക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് വൈസ് മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എനിക്ക് നയൻതാര ഒരു സിനിമയ്ക്ക് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. അതിന് വേറെ ആരെങ്കിലും ചെയ്താൽ മതിയായിരുന്നെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ദർശന, രേവതി, വിനീത് തട്ടിലുണ്ട്, പിന്നെ ഗ്രേസ് ആൻ്റണി, ഇന്ദ്രൻസ്, അങ്ങനെ കുറച്ച് കഥാപാത്രം, ജിനു ജോസഫ്, അങ്ങനെ കുറച്ച് കഥാപാത്രം ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞൊരു മമ്മൂക്ക പടമാണ്. ഇതൊരു മമ്മൂക്ക പടമാണ്. ലാലേട്ടൻ ഇതൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. അതായത് ഫസ്റ്റ് ഹാഫ് മമ്മൂക്ക തന്നെയാണ് കൊണ്ടുപോകുന്നത്. മമ്മൂക്ക, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സാണ് ഇത് കൊണ്ടുപോകുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒന്നും മിണ്ടാതിരുന്ന ഒരു ഓഡിയൻസിനെ ഉണർത്തിയത് ലാലേട്ടനാണ്. സെക്കൻഡ് ഹാഫ് ഇങ്ങനെ ഇരുന്ന് കണ്ടുപോകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് മൂപ്പറിൻ്റെ എൻട്രി. അവിടെ ഒന്ന് ചാർജായി. കുറച്ച് നേരമേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു. ലാലേട്ടൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സീനുണ്ടടേ, അത് നമുക്ക് അത് കുറച്ചും കൂടെ പുള്ളിക്ക് സ്ക്രീൻ സ്പേസ് വേണമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ലാലേട്ടന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാൻ ലാലേട്ടൻ ഫാനാണ്, അതുകൊണ്ട് പറഞ്ഞു പോകണതാണ്. പക്ഷേ അതിലൊരു സീനുണ്ടടേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത. ലാലേട്ടനെയും മമ്മൂക്കയും കുറേ വർഷങ്ങൾക്ക് ശേഷം കാണണോ? പോയി കാണുമോ? ആരുടെ റിവ്യൂസും നോക്കണ്ട. നോർമൽ ഫിലിം, ഹൈപ്പൊന്നും കൊടുക്കാതിരുന്നാൽ മതി. ജസ്റ്റ് നിങ്ങൾ പോയി കാണുക. മുകേഷ് വാച്ചായിട്ടാണ് എനിക്ക് പേട്രിയോട്ട് സിനിമ തോന്നിയത്. കണ്ടു നോക്കുക, എല്ലാവരും പോയി സിനിമ കാണുക. ഓക്കെ, ഇപ്പോൾ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.